പരിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശ വർഗഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയും ആ രാജികത്വത്തിൽ ജീവിതത്തിൽ സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനം നിമിത്തം കുഴിച്ചു മൂടിയ കാലം, അപമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം, അയൽവാസിന്റെ വീട്ടിലേക്ക് തന്റെ കടന്നുപോയാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധചരിത്രം, യുദ്ധകൊതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുടിമാളത്തിനിടയിൽ മുന്തിരി വള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥി പച്ചരങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞ ജനത പണിഞ്ഞെടുത്തത് ഈ അരുതായിയുടെ കോട്ടകൾ തകർക്കാനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടന എന്ന സുഹൃത്തിനെ നമുക്ക് സമ്മാനിച്ചു തന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ആശയം പോയി പഴഞ്ചൊല്ല് പോലെ തിരഞ്ഞെടുക്കേണ്ട പുസ്തകങ്ങളെയും ആശയങ്ങളെ നന്നാക്കിയെടുക്കാൻ പഴമ്പ് പോലുള്ള സൗഹൃദം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ധാർമ്മികത ബോധം നഷ്ടപ്പെടാതെ ഒരു പുസ്തകത്തെ സംഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. പുസ്തകത്തിലൂടെ നാം നമ്മുടെ ഭാവിയെ പരിഷ്കരിച്ചെടുക്കണമെന്ന് മാത്രം പണിഞ്ഞെടുത്തത് ഈ അരുതായിയുടെ കോട്ടകൾ തകർക്കാനാണ് ഡോക്ടർ ബി.ആർ. അംബേദ്കർ ഭരണഘടന എന്ന സുഹൃത്തിനെ നമുക്ക് സമ്മാനിച്ചു തന്നത്. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ട എന്ന ആശയം പോയി പഴഞ്ചൊല്ല് പോലെ തിരഞ്ഞെടുക്കേണ്ട പുസ്തകങ്ങളെയും ആശയങ്ങളെ നന്നാക്കിയെടുക്കാൻ പഴമ്പ് പോലുള്ള സൗഹൃദം നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും. ധാർമ്മികത ബോധം നഷ്ടപ്പെടാതെ ഒരു പുസ്തകത്തെ സംഗ്രഹിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. പുസ്തകത്തിലൂടെ നാം നമ്മുടെ ഭാവിയെ പരിഷ്കരിച്ചെടുക്കണമെന്ന് മാത്രം. പരിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു കാലഘട്ടത്തിന്റെയോ ഒരു വർഗത്തിന്റെയോ മാത്രം ഗ്രന്ഥമല്ല, മറിച്ച് മാനുഷികതയാണ് അഭിസംബോധന ചെയ്യുന്നത്. കാലദേശ വർഗഭാഷാ വിവേചനങ്ങൾക്ക് അതീതമായ മാനുഷികതയെ യാ അയ്യുഹന്നാസ് എന്ന അഭിസംബോധനയിലൂടെ ഖുർആൻ അടിവരയിടുന്നു. ധാർമ്മിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കാത്ത എല്ലാ നിലയും ആ രാജികത്വത്തിൽ ജീവിതത്തിൽ സ്വന്തം രക്തത്തിൽ പിറന്നു വീണ കുഞ്ഞു പെണ്ണായാൽ അപമാനം നിമിത്തം കുഴിച്ചു മൂടിയ കാലം, അപമാനത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന കാലം, അയൽവാസിന്റെ വീട്ടിലേക്ക് തന്റെ കടന്നുപോയാൽ അതിന്റെ പേരിൽ വർഷങ്ങളോളം യുദ്ധചരിത്രം, യുദ്ധകൊതിയന്മാരായ ജനത താൻ മരിച്ചു കഴിഞ്ഞാൽ തന്റെ കുടിമാളത്തിനിടയിൽ മുന്തിരി വള്ളിയുടെ വേരുകൾ നുരമ്പിക്കൊണ്ടിരിക്കുന്ന തന്റെ അസ്ഥി പച്ചരങ്ങൾക്ക് മദ്യത്തിന്റെ ലഹരി പകരുമെന്ന് പറഞ്ഞ ജനത. പരിശുദ്ധ ഖുർആൻ കേവലം ഒരു രാജ്യത്തിന്റെയോ ഒരു ഭാഷയുടെയോ ഒരു